കോഴിക്കോടിന്റെ ഭക്ഷണം കഴിക്കണമെങ്കിൽ റഹ്മത്തുണ്ട്, പേരുണ്ട്, അങ്ങനെ പല പല കടകളുണ്ട് നമുക്ക്. നിങ്ങൾക്ക് എന്തുണ്ട് ട്രിവാൻഡ്രംകാർക്ക്? ട്രിവാൻഡ്രംകാരുടെ ഹൃദയം എന്ന് പറഞ്ഞു എവിടെയല്ലേ തട്ടുകട ആണോ ഈ നഗരത്തിന്റെ, മനസ്സിലായോ? വല്ലതും കിട്ടുമോ? വാട കഴിച്ചു നോക്കടാ നീ. ഇതാണ് മുമ്പ് പറഞ്ഞ കട. ഇതാണോ? എന്തൊക്കെയോ തള്ളുന്നുണ്ട്, കണ്ടറിയേണ്ടി വരും. സന്തോഷേട്ടാ, ചെക്കന് നമ്മുടെ ഫുഡ് ഒരു പരിഹാസം. ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഐറ്റം 2 ദോശ, രസവട, പപ്പടം, ചമ്മന്തി എടുക്കും. ആടാ കഴിച്ചു നോക്കണേ, ഇതാണ് നമ്മുടെ ഐറ്റം. മുട്ടായി കഴിക്കും. ഈ ദോശക്കുന്ന പപ്പടം എന്തിനാ? പപ്പടം പൊടിച്ച് കഴിച്ച് നോക്ക് നീ. അറിഞ്ഞൂടല്ലേ നിനക്ക്? നമ്മൾ കോഴിക്കോട് സെറ്റപ്പ് ഇല്ല. കോഴിക്കോട് അല്ലല്ലോ ട്രിവാൻഡ്രം. അല്ലല്ലേ? കഴിച്ച വ്യത്യാസം മനസ്സിലാക്കി. ഇപ്പൊ മുളക് ചമ്മന്തി, പരിപ്പൂട വെറുതെ ഇട്ടല്ല, കുതിർന്ന് കിടന്ന് നല്ല സെറ്റായ പരിപ്പൂട കഴിക്കും. ലേശം പപ്പടം ചമ്മന്തിക്ക് എടുക്ക്. ഇത് കഴിച്ചു നോക്ക്. നീ എന്നെയും കൂടെ കൊതിയാക്കൂല. അതുകൊണ്ടാ നോക്കട്ടെ. നമ്മുടെ അണ്ണൻ പൊളിച്ച് ചിക്കൻ സ്റ്റോ രസം. ഇതാരാ? അമ്മയാ? അമ്മ. നമ്മുടെ ചിക്കൻ സ്റ്റൂ, സ്റ്റാർ ഐറ്റം. ചിക്കൻ സ്റ്റൂ, ഇത് രസവട, ചിക്കൻ റോസ്റ്റ്, ബീഫ്. നമ്മുടെ തട്ടുകടയിലെ ചമ്മന്തിയും പപ്പടം രസോടെ മാത്രമല്ല ഉള്ളത്. അതുകൊണ്ടല്ല നീ നല്ല തള്ള. വേറെ ഐറ്റം ഉണ്ട്. വാ. ചിക്കൻ ഫ്രൈ, ലിവർ, പിന്നെ കണവത്തോരൻ. കണ്ടാ നീ ഒരു എക്സ്ട്രാ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേക്കോ? വഴി നമ്മുടെ, അതായത് നമ്മുടെ മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് വരുന്ന, അല്ലെ പാളയത്ത് നിന്ന് വരുമ്പോ ഹോട്ടല്, അതിന്റെ സൈഡ് നേരെ ഓപ്പോസിറ്റ് ഇത് മസ്കറ്റ് പോകുന്ന ലോ കോളേജിലേക്ക് പോകുന്ന വഴിയിലാണ്. ആ വളവില് 4ന്റെ ചോട്ടില് 5 മണിക്ക് വന്നാൽ രാത്രി 10 മണി രാത്രി 12 വരെ. സംഗതി നിങ്ങൾ രസവടയും പപ്പടവും പിന്നെ ദോശയും ഒരു വെറൈറ്റി കേട്ടാ. അത് മാത്രമല്ല, ഒരു വിശാലമായ കലവറുണ്ട്. പക്ഷേ നമ്മൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ കേട്ടോ. നമ്മളെ കോഴിക്കോട് കിട്ടിയ സാധനങ്ങൾ. പക്ഷേ അത് കോഴിക്കോട്ടില്ല കേട്ടോ. അത് സമ്മതിച്ചു. സംഗതി ചോറ് പാറാണ് കാര്യങ്ങൾ. ഇതെന്തായിട്ടാ മീൻ? എന്ത് മീനാ? ചൂരമീൻ. ആ ചൂരമീനും ലേശം ദോശ ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ്റെ ഫ്രൈയും കൂട്ടി രണ്ട് മുക്കുക. അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാ അമ്മമാരുണ്ടാക്കുന്നത് നല്ല ഫുഡാണ്. വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് കഴിച്ചു പോവാം. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി നിർത്തിയാൽ അങ്ങോട്ട്.